ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിലായാലും അതുപോലെ എറണാകുളത്തായാലും എത്തിയ ഈ സംഘം, മോഷണ സംഘം, ഇവർ ഒന്നോ രണ്ടോ ആളുകളായിരുന്നില്ല എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോൾ ഈ പോലീസ് സംഘം കൂടി നിൽക്കുന്നതിന് പിന്നിൽ കാണുന്ന കാട് പിടിച്ച പ്രദേശം, ആ പ്രദേശത്തേക്കായിരുന്നു ഈ പ്രതി പോലീസിൽ നിന്നും കുതറിമാറി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കാണുന്ന കാടിനപ്പുറത്ത് നമ്മൾ ഈ കാട്ടിനകത്ത് കയറി പോലീസ് പരിശോധന നടത്തുമ്പോൾ ഈ കാടിനകത്തേക്ക് നമ്മൾ കയറിയതാണ്. ഈ കാണുന്ന ഭാഗത്തിനപ്പുറത്ത് ഒരു കയമുണ്ട്. ഇവിടെയാണ് കുണ്ടന്നൂർ പാലം വരുന്നത്. പാലത്തിനടിയിൽ കായലുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം വലിയ ചതുപ്പാണ്. ആ ഭാഗത്ത് മണിക്കൂറുകളായി പോലീസ് ഈ കാട് തെളിച്ചും കാട് മാറ്റിയും വലിയ സംവിധാനങ്ങൾ എത്തിച്ചുമെല്ലാം തന്നെ പരിശോധനകൾ നടത്തുകയായിരുന്നു. ഇത്രയും മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കും ഇടയിലും ഒരു പ്രതീക്ഷ സത്യത്തിൽ ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനാടകീയമായി ഈ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഈ അല്പസമയം മുമ്പ്, നിമിഷങ്ങൾക്ക് മുൻപ് പോലീസ് ഈ സന്തോഷ് സെൽവം എന്ന പ്രതിയെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രദേശത്ത്, ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അടിഭാഗത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ നിരവധിയായ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ചെറിയ ഷെഡുകൾ കെട്ടിയും മറ്റും അവർ താമസിക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞതനുസരിച്ച് ഈ സന്തോഷ് സെൽവനെ പോലീസ് പിടികൂടുന്ന സമയത്ത് ഇയാൾ ആ ഷെഡിൽ, ഒരു ഷെഡിനകത്ത് മണ്ണ് കുഴിച്ച് ആ കുഴിയിലകത്ത് കിടക്കുകയായിരുന്നു. പോലീസ് പരിശോധനയ്ക്ക് എത്തിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ കുഴിയിൽ കിടന്ന് അതിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച നിലയിലായിരുന്നു ഈ സന്തോഷ് സെൽവനെ പോലീസ് പിടികൂടുമ്പോൾ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ പിടികൂടി കൈവിലങ്ങിട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം എത്തി ഇയാളെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാൾ പൂർണ്ണ നഗ്നനായിരുന്നുവെന്നും കൈവിലങ്ങുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അധിക ദൂരം പോകാൻ കഴിയില്ല എന്നും പോലീസ് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് സത്യം തന്നെയായിരുന്നു. ഈ പരിസര പ്രദേശത്ത് തന്നെ സന്തോഷ് സെൽവനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സന്തോഷ് സെൽവൻ ഈ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത പരിഗണിച്ച് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശോധന ഊർജിതമാക്കിയിരുന്നു. അതുപോലെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കും പരിശോധന ശക്തമാക്കിയിരുന്നു. ഈ കുണ്ടന്നൂർ പാലത്തിനപ്പുറം ഇതുവഴി കടന്നുപോയാൽ പിന്നീട് അങ്ങോട്ട് ടൗൺ ഏരിയയാണ്. ഫോറം മാൾ ഉൾപ്പെടെയുള്ള വലിയ മാളുകളെല്ലാം വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ആ വേഷവിധാനത്തിൽ അയാൾ അങ്ങോട്ട് കടക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂബ ടീമിനെ, ഫയർഫോഴ്സ് സ്കൂബ ടീമിനെ എത്തിച്ച് ഈ കായലിന്റെ പരിസര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കുറ്റിക്കാടും വലിയ മരങ്ങളും നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കായലിന്റെ ഓരങ്ങളിൽ പാറയിലോ മരങ്ങളിലോ പിടിച്ചിയാൽ കിടക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് സ്കൂബ ടീമിന് നിർദ്ദേശം കൂടി കൊടുത്താണ് പരിശോധനയ്ക്കായി പോലീസ് ഇറക്കിയത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട, 3 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ഫലമുണ്ടായിരിക്കുന്നു. ഈ വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായുള്ള പരിശോധനയിലാണ് പോലീസ് കണ്ടെത്തിയത്. ഈ കുറുവ സംഘത്തിൽ പെടുന്ന ആളുകൾ നിരീക്ഷണത്തിലായിരുന്നു. പല സ്ഥലങ്ങളിലായി പല രീതിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അത്തരത്തിൽ വിശ്വാസയോഗ്യമായ ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്തേക്ക്, കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലുള്ള ഭാഗത്തേക്ക് പരിശോധനയ്ക്കായി എത്തിയതെന്ന് നേരത്തെ ആലപ്പുഴ DYSP നമ്മളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊരു ഫലമുണ്ടായിരിക്കുന്നു. അതിനിർണായകമാണ്. കാരണം 2 ജില്ലകളെ ഭീതിയിലാഴ്ത്തിയ ഒരു സംഘം, അതൊരു സംഘമോ ഒന്നിലധികം സംഘമോ ആവട്ടെ, അതിലേക്കുള്ള വലിയ തുമ്പ് കിട്ടാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സന്തോഷ് സെൽവൻ എന്ന് പറയുന്നയാളും അതുപോലെ തന്നെ വൈകിട്ടോടുകൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള മണികണ്ഠനും. എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്ക് ഏത് നിലയിലായിരിക്കും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രതിയുമായി പോലീസ് സംഘം ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ 2 പ്രതികളെയും പിടികൂടി ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് ഈ സന്തോഷ് സെൽവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട അതിനാടകീയമായ രംഗത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഇയാൾ പോലീസിൽ നിന്നും എവിടെ നിന്ന് കുതിരയോടിയോ അതിന്റെ തൊട്ടടുത്തുള്ള പരിസര പ്രദേശത്തെ കാടിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ സന്തോഷ് സെൽവനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഊർജിതമായ ശ്രമം 3 മണിക്കൂറുകളായി തുടരുകയാണ്. സ്കൂബ ടീമിന്റെ, ഈ കായൽ പ്രദേശമായതുകൊണ്ട് തന്നെ സ്കൂബ ടീമിന്റെ പരിശ്രമവും വളരെ നിർണായകമായി തന്നെ തുടരുന്ന ഇടയിലാണ് ഈ പ്രതി പിടിയിലാകുന്നത്. വിനീത, ശരി, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശി സന്തോഷിനെ പിടികൂടിയത് അതിസാഹസികമായാണ്. പോലീസിൽ നിന്നും കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതാണ് പ്രതി. 3 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. അലി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി തുടർന്നുള്ള അന്വേഷണമാണ്. കാരണം സാഹസികമായി ഇപ്പോൾ കുറുവ സംഘത്തിൽപ്പെട്ട ആളുകളെ പിടികൂടുകയാണ്. അടുത്ത ഘട്ടം അന്വേഷണം എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും? പ്രത്യേകിച്ച് വടക്കൻ പറവൂരിലെ വീടുകളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആലപ്പുഴയിലും പരിശോധന ഊർജിതമാണ്. തുടർന്നുള്ള അന്വേഷണം എങ്ങനെയാണ് എന്നതിൽ അന്വേഷണ സംഘം നൽകുന്ന എന്തെങ്കിലും വിവരമുണ്ടോ? വിനിത, ആലപ്പുഴ DYSP അല്പസമയം മുമ്പാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ദിവസങ്ങളായി ഊർജിതമായ അന്വേഷണം തുടരുകയാണ്. വ്യക്തമായ നിരീക്ഷണത്തിലാണ്, ശക്തമായ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ പറയുന്ന മോഷണ സംഘം ഉള്ളത്. ഇവർ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ സന്തോഷ് സെൽവൻ എന്ന് പറയുന്ന ഈ സംഘത്തിൽപ്പെട്ടയാൾ ഈ കുണ്ടന്നൂർ പാലത്തിന് സമീപത്തുണ്ട്. കുണ്ടന്നൂർ പാലത്തിന്റെ ഭാഗത്താണ് ഇയാൾ താമസിക്കുന്നതെന്ന വിവരം പോലീസിന് ലഭിക്കുന്നതും. ഇന്ന് ആദ്യം മരട് പോലീസ് എത്തുന്നു, പിന്നീട് മണ്ണഞ്ചേരി പോലീസ് ആലപ്പുഴയിൽ നിന്നും എത്തുന്നു.
ഏകദേശം 50-ലധികം പോലീസ് ഉൾപ്പെടുന്ന സംഘമാണ് ആലപ്പുഴയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ പറയുന്ന ഈ സന്തോഷ് ശെൽവൻ എന്ന് പറയുന്ന വ്യക്തി പിടിയിലായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സന്തോഷ് ശെൽവനിൽ ലഭിക്കുന്ന വിവരം അതിനിർണായകമായിരിക്കും. ആ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം. ഈ പറഞ്ഞതുപോലെ എറണാകുളം നോർത്ത് പറവൂരിലെ വീടുകളിൽ ഏകദേശം 7 വീടുകളിലാണ് ഈ മോഷണ സംഘം എത്തിയെന്ന് പറയപ്പെടുന്നത്. ഇതിൽ 2 വീടുകളിലെ CCTV ദൃശ്യങ്ങളിലും ഈ സംഘം പതിഞ്ഞിട്ടുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ വിഷയവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ സന്തോഷ് ശെൽവൻ എന്ന് പറയുന്ന ഈ സംഘത്തിലെ അംഗമെന്ന് പോലീസ് പറയുന്ന വ്യക്തി പിടിയിലാകുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇയാളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അതിനിർണായകവുമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ സന്തോഷ് ശിവനിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുറുവ സംഘത്തിലേക്ക് ആലപ്പുഴയിലും അതുപോലെ തന്നെ എറണാകുളത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന കുറുവ സംഘത്തിലേക്ക് എത്താൻ പോലീസിന് കഴിയുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നത്. എന്തായാലും 3 മണിക്കൂർ നീണ്ട അതിനാടകീയ രംഗങ്ങൾക്കൊടുവിൽ സന്തോഷ് ശെൽവൻ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. നേരത്തെ തന്നെ വൈകിട്ടോടുകൂടി മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട് സ്വദേശിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എറണാകുളത്ത് നിന്നും ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് 2 പേരെയാണ്, മണികണ്ഠൻ അതുപോലെ തന്നെ സന്തോഷ് ശെൽവൻ. എന്തായാലും ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ, ഇവരുടെ മൊഴി അതിനിർണായകമായും വിനീത